നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയിട്ടാണ്. അവർ പോയപ്പോൾ പിന്നെ പണികൾ ഇന്ന് അധികം പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഇന്നലത്തെ ചെമ്മീൻ കറിയൊക്കെ ഇന്ന് ബാക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ കുറച്ച് പൊരിക്കാനാണ്, അത് പൊരിച്ച് പിന്നെ കുട്ടികൾക്ക് നമ്മൾ സ്കൂളിലേക്ക് ചോറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട്, പയറുപ്പേരി ഇന്നലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ ആ ചെമ്മീൻ പൊരിക്കാനുള്ളത് പൊരിച്ച് വെച്ച്, പിന്നെ ചോറ് ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നിട്ട് അത് തിളപ്പിച്ച് ഊറ്റാനുണ്ടായിരുന്നുണ്ട്. അപ്പം ഇന്ന് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള തിരുമ്പലും തുടക്കലും അടിക്കലൊക്കെ കുട്ടികൾ പോകുമ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ പോയാൽ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നമ്മളെ സമയം ഇങ്ങനെ നീക്കുക. പിന്നെ അവർ വരുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം. അവരെ ബഹളവും കാര്യങ്ങളും സംഭവം കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറയും, ഒച്ച ഉണ്ടാക്കുമ്പോഴൊക്കെ വഴക്ക് പറയും, ചീത്ത പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. വീടിൻ്റെ ഉള്ളിൽ ആളും ബഹളമൊക്കെ ആകുമ്പോൾ എൻ്റെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് പല ചിന്തകളും കാര്യങ്ങളൊക്കെ വരിക അല്ലേ. പിന്നെ ഉമ്മാക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവിടെ അനിയത്തിക്കും എല്ലാവർക്കും പനിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട്, ഓരോരുത്തർക്ക് കുറച്ച് സമാധാനമുണ്ട്. ഇപ്പോഴത്തെ പനി എല്ലാവരും നല്ല സൂക്ഷിച്ചോട്ടോ. നല്ല മേലും കൈയും വേദനയും നമ്മളെ ഏപ്പുകൾക്കൊക്കെ ഭയങ്കര വേദനയൊക്കെ വരുന്നുണ്ട്. പിന്നെ വയറ്റിൽ നോക്കും ഛർദിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഒക്കെ ശ്രദ്ധിച്ചോളിട്ടാ. പിന്നെ ഈ ചെമ്മീൻ കൂട്ടുമ്പോൾ വയറ്റിൽ നോക്ക് ഉണ്ടാവുന്നുണ്ട്, ഛർദി ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറയേണ്ടത് ശരിയാണോ? അതുകൊണ്ട് ചെമ്മീൻ കൂട്ടുമ്പോൾ ഭയങ്കര പേടി പോലെ കേട്ടോ. ഇങ്ങനെ നമ്മൾ വല്ലാതെ കഴിക്കുമ്പോൾ ഭയങ്കര പേടി പോലെ എന്തെങ്കിലും ആകുമോ എന്നുള്ള. അപ്പം അത് സ്ഥിരമായിട്ട് നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വട്ടം ചെമ്മീൻ വാങ്ങി തിന്നിട്ട് ഉമ്മ സാധാരണ നമ്മളൊക്കെ എപ്പോഴേലൊക്കെ വാങ്ങുമ്പോൾ തിന്നണുള്ള ആളാട്ടാ. അന്ന് ഉമ്മ ഇതുപോലെ ചെമ്മീൻ കഴിച്ചപ്പോൾ ഉമ്മക്ക് മൊത്തം അലർജി വന്നിട്ടാ. മേലൊക്കെ മൊത്തം അലർജി വന്നി. ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അത്രയും ഇതിലാട്ടാ കൊണ്ടുപോയത്. മൊത്തം അങ്ങോട്ട് മേലൊക്കെ പൊന്തിണ്ടായിരുന്നിട്ടാ. ആകതായിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടായിരുന്നിട്ട്. ആ ആശുപത്രിൻ്റെ ഡോക്ടർ പറഞ്ഞ്, അവിടെ എടപ്പാട് പുഷ്പാകരൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് BP ആൾക്ക് അപ്പോൾ നല്ല കൂടി. കടയിൽ പോയ സമയത്താട്ടോ ഉമ്മ അരി വാങ്ങാൻ വേണ്ടി പോയ സമയത്താണ് ഉമ്മക്ക് ഇത് ചൊറിച്ചിൽ ആദ്യം വന്നത്. അപ്പം ഉമ്മ ആ വേജാറിലേ പിന്നെ എങ്ങനെയും വീട്ടിലേക്ക് എത്തിയാൽ മതി ചൊറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് അലർജിയുടെ ഇത് വരുമ്പോൾ നമുക്ക് ചൊറിച്ചിലല്ലേ വരിക. അപ്പം വീട്ടിലെത്തിയപ്പോൾ തന്നെ അരിയൊക്കെ വലിച്ചെറിഞ്ഞ് വെറുതെ കൂരി എറിഞ്ഞിട്ട് ചൊറിയിരുന്നിട്ട് ആകെ പൊതിന്. അപ്പോൾ ആ ടെൻഷനിൽ നമുക്ക് BP നല്ല കൂടിനായിരുന്നിട്ടാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് പറയുക, ചില സമയങ്ങളിൽ ചില ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റൂല എന്നാട്ടോ പറഞ്ഞ്. അത് ചെമ്മീനാണെന്നില്ല. പിന്നെ ഈ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഈ ചൊറിച്ചൽ അതൊക്കെ ഉള്ള ആൾക്കാർക്ക്, അവർക്ക് ഈ ചെമ്മീൻ അയില ഇതൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചൊറിച്ചലും അലർജിയൊക്കെ കുറച്ച് കൂടും അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് ഉണ്ടായിരുന്നത് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തിനായിട്ട് ഇന്നക്കും നാളേക്കും അങ്ങനെ അരച്ച് വെച്ചിട്ടോ. അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ട് ഇഡ്ഡലി. അപ്പോൾ അതിലേക്കുള്ള ചട്ടിനും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ മദ്രസ ഇട്ടിട്ട് വരാൻ 8 മണിയാവുമല്ലോ. അപ്പോൾ ഇതൊരു 7:45 ആകുമ്പോഴാണ് ഞാൻ ഇഡ്ഡലി ചട്നിയൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ ഇഡ്ഡലി ഉഴുന്ന് ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരുമല്ലോ അല്ലേ. മറ്റേ നമ്മൾ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം നാളെ എന്താ കടി ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ തലേദിവസം അരച്ച് വെച്ചാൽ പിന്നെ നമുക്ക് സമാധാനം, അതാണല്ലോ ഉണ്ടാക്കുക എന്നുള്ള ഒരു സമാധാനത്തിരിക്കാൻ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഈ ഒരു ഇഡ്ഡലി ചെമ്പാട്ടുള്ളത്. പക്ഷേ ഇതിൽ ഓരോ തട്ടേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റേ ആ കുറ്റി പോലത്തെ തട്ടാണെങ്കിൽ നമുക്ക് കുറേ വെക്കാമല്ലോ. ഇതിൽ അങ്ങനെ ആ കുറ്റി ഇല്ല കേട്ടോ. ഇതിൻ്റെ മേലെ നമ്മൾ മറ്റേ തട്ട് വെക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ അടിയത്തെ തട്ടുമ്പോൾ മുട്ടുകയാണ് കേട്ടോ. ആദ്യം ഉമ്മാൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നത് മറ്റേ അടുക്കടുക്കച്ച ഒരു 4 അടുക്ക് അങ്ങനെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു കുറ്റി പോലെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ വെക്കുമ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് ഓരോ തട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റേ നമ്മൾ അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി ചെമ്പില്ലേ അതിലുണ്ടാക്കണക്കാട്ടി പെട്ടെന്ന് ഇതിൽ ആയി കിട്ടും കേട്ടോ. അതിൽ നമ്മൾ കുറേ നേരം വെക്കണ്ട ഗ്യാസുമേ. ഇതാകുമ്പോൾ പെട്ടെന്ന് വിസിൽ വരുന്ന സമയത്ത് ഇതിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഗ്യാസ് ഈ ഒരു ഇഡ്ഡലി ചെമ്പാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. മറ്റേ അലുമിനിയത്തിന് കുറേ വെക്കണം കേട്ടോ. ഇതും പെട്ടെന്ന് കിട്ടും. നൂൽപ്പട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഓരോ തട്ടം വെക്കാൻ പറ്റുള്ളൂ. 2 തട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപ്പുറത്തേമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ അത് നമ്മളെ കുഞ്ഞാറ്റ സ്കൂളിൽ പോകുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തതെൻ്റെ വീഡിയോ. അപ്പോൾ അവർ ചായ കുടിക്കുന്ന സമയത്ത് കുറച്ച് നേരം കൊച്ചു TV വെച്ചിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ചായ കുടി എങ്ങനെ ശരിക്കും തിന്നുമ്പോൾ TV കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ഏത് മക്കൾ അതൊക്കെ അനുസരിക്കണല്ലേ. പിന്നെ അത് അവർ സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി റോഡുമ്പോൾ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. കുഞ്ഞാറ്റിന്ന് പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ക്യാരറ്റ് ഉണ്ട് അരിഞ്ഞ് വെക്കാനെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാനത് അരിഞ്ഞ് വെച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയമല്ലോ കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ.
അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു ഡപ്പയിലാക്കി വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അതുകൊണ്ട്. പക്ഷേ ക്യാരറ്റും ബീട്രൂട്ട് കിട്ടിയില്ല കേട്ടോ അവിടെ നിന്ന്. ഞാൻ അവിടെ പച്ചക്കറി കടയിൽ ബീട്രൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാരറ്റ് മാത്രമേ വാങ്ങുള്ളൂ. ബീട്രൂട്ട് ഉരുളങ്ങയും കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് നമ്മൾ വറവിട്ടതിൻ്റെ ശേഷം ഞാൻ ഒരു മുട്ട അതിൽ ഒഴിക്കൂട്ടെ ചിക്കിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്ക് അത് നല്ല ഇഷ്ടമാട്ടെ മുട്ട ചിക്കിയിട്ടാണ്. ചിലവർ അതിൻ്റെ പകരം തേങ്ങ ഇടൂട്ടാ. ഇവിടുത്തെ കുട്ടികൾക്ക് തേങ്ങ ഇടണക്കാട്ട് ഇഷ്ടം മുട്ട ആക്കണതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്ന് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നമ്മളെ പയറുപ്പേരിയും മാങ്ങ ഉപ്പിലിട്ടോ കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മാങ്ങ അപ്പുറത്തുള്ള താത്ത തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ 2 ദിവസമായിട്ട് അത് കൊണ്ടുപോകും. ഇന്നലെ സോയാബീൻ പൊരിച്ചത് മാങ്ങ ഉപ്പിലിട്ടോ, ഇന്നിപ്പോൾ പയറുപ്പേരി മാങ്ങ ഉപ്പിലിട്ടോ കുട്ട കൊണ്ടുപോയത്. ഇന്ന് ഷാമ് കുറച്ച് വാശി പിടിച്ചിട്ടാണ് ചോറ് ഇവിടുന്ന് വീട്ടിൽ കൊണ്ടുപോകണം, വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അത് ചോറ് കൊണ്ടുപോകാനല്ല കേട്ടോ വാശി പിടിച്ചത്, അവനക്ക് ഇഡ്ഡലി കൊണ്ടുപോകാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂൾ വിട്ട് വന്നാലും ഇഡ്ഡലി തിന്നണം, രാവിലെ പോകുമ്പോഴും തിന്നണം, ഇനി ഉച്ചക്ക് ഇഡ്ഡലി തിന്നണം, അത് വേണ്ട, 2 നേരമെങ്കിലും ചോറ് തിന്നണ്ടേ. അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ച് ചോറ് വാങ്ങി തിന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ സമാധാനിച്ച് പറഞ്ഞിട്ട്. പിന്നെ ഇത് നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങളാണ് കേട്ടോ. പയറുപ്പേരി പിന്നെ ഇന്നലത്തെ ചെമ്മീൻ പൊരിച്ചതും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.